दोस्तों വെൽക്കം ബാക്ക് ടു ഹിന്ദി യൂണി. ഇന്ന് നമ്മളൊരു പുതിയൊരു സ്ഥലത്ത് പോവാണ്, അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റിലൊക്കെ പോവാണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഫ്രേസസ് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു മാർക്കറ്റിൽ പോയി, ഒരു പുതിയ സ്ഥലത്ത്, ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരു നാട്ടിൽ നമ്മളൊരു മാർക്കറ്റിൽ പോയി. അവിടെ ഒരു ഷോപ്പിൽ പോയി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ബാഗിൻ്റെ ഷോപ്പിലാണ് പോയത്. അപ്പം നമ്മൾ പറയാണ്, ആ ബാഗ് ഒന്ന് കാണിച്ചു തരുമോ? അവിടെ മുകളിൽ അടുക്കി വെച്ചിട്ടുള്ള ബാഗ് ചൂണ്ടിയിട്ട് പറയാണ്, ആ ബാഗ് ഒന്ന് കാണിച്ചു തരുമോ? ഇതെങ്ങനെ ഹിന്ദിയിൽ ചോദിക്കുക? ജറാ വോ ബാഗ് ദിക്കായിയേ. ആ ബാഗ് ഒന്ന് കാണിച്ചു തരുമോ? ജറാ വോ ബാഗ് ദിക്കായിയേ. ഇനി അതേപോലെ തന്നെ നമുക്ക് പറയാം, ആ ബാഗ് ഒന്ന് തരുമോ എന്ന് ചോദിക്കാം. അതിനെങ്ങനെ ഹിന്ദിയിൽ പറയാം? ജറാ വോ ബാഗ് ദീജിയേ എന്ന് പറയാം. ദീജിയേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? തരൂ എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഒരു ബാഗ് അവർ തന്നു. അപ്പൊ ഇതിന്റെ കളർ നമുക്ക് ഇഷ്ടമായിട്ടില്ല, ഈ ഡിസൈൻ നമുക്ക് ഇഷ്ടമായി. അപ്പൊ നമ്മൾ പറയാണ്, ഇതിന് വേറെ കളർ അവൈലബിൾ ആണോ? നമ്മൾ എപ്പോഴും ചോദിക്കുന്നതല്ലേ, ഇതിന് വേറെ കളർ കിട്ടുമോ, ഇതിന് വേറെ കളർ കിട്ടുമോ എന്ന് ചോദിക്കാറില്ലേ. ഇതെങ്ങനെ നമ്മൾ ഹിന്ദിയിൽ ചോദിക്കാൻ നോക്കിയാലോ? ഇസ്കാ ഓർ കോയി റംഗ് അവൈലബിൾ ഹേ ക്യാ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മിലേംഗെ ക്യാ എന്നും ചോദിക്കാം. ഇസ്കാ ഓർ കോയി റംഗ് മിലേംഗെ ക്യാ. ഇസ്കാ ഓർ കോയി റംഗ് മിലേംഗെ ക്യാ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ ബാഗും കളറും എല്ലാം ഇഷ്ടമായി, പക്ഷെ നമ്മളെ ബഡ്ജറ്റിന് ഓക്കെ അല്ല, നമുക്ക് അത്ര പൈസ ഇല്ല. അപ്പം നമ്മൾ പറയാണ്, ഇതിനേക്കാൾ കുറച്ച് വില കുറഞ്ഞത് മതി. അതിനെങ്ങനെ നമ്മൾ പറയാം? ഓർ സസ്ത ദീജിയേ എന്ന് പറയാം. നമുക്ക് ഓർ സസ്ത വാല ദീജിയേ, കുറച്ച് വില കുറഞ്ഞത് കാണിക്കൂ. ഓർ സസ്ത വാല ദീജിയേ. സസ്ത എന്ന് പറഞ്ഞാൽ കുറച്ച് വില കുറഞ്ഞത് എന്നാണ് അർത്ഥം. ഇനി അതല്ല, ഈ ഡിസൈനും എല്ലാ കാര്യങ്ങളും ഓക്കെ, പക്ഷെ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് അത്ര ഓക്കെ അല്ല. അപ്പം നമ്മൾ പറയാണ്, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് കാണിക്കും, കുറച്ച് വില കൂടിയത് കാണിക്കും, കുറച്ച് ക്വാളിറ്റി കൂടിയത് കാണിക്കും. ഇതെങ്ങനെ നമ്മൾ ഹിന്ദിയിൽ ചോദിക്കാം? ഓർ മെഹങ്ക വാല ദീജിയേ എന്ന് പറയാം. കുറച്ച് വില കൂടിയത് തരൂ, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് തരൂ. ഓർ മെഹങ്ക വാല ദീജിയേ എന്ന് ചോദിക്കാം. മനസ്സിലായോ? അപ്പം നമ്മൾ ചോദിക്കുകയാണ്, എല്ലാം ഓക്കെ ആയി, മെഹങ്ക വാല നമുക്ക് കിട്ടി, എക്സ്പെൻസീവ് ആയിട്ടുള്ളത് കിട്ടി, ക്വാളിറ്റി എല്ലാം ഓക്കെ ആയി. അപ്പം നമുക്ക് ചോദിക്കണം, ഇതിനെന്ത് വില വരും? അപ്പം നമ്മൾ എന്താ ചോദിക്കുക? ഇസ്കാ ദം ക്യാ ഹേ. ഞാൻ മുൻപേ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഇസ്കാ ദം ക്യാ ഹേ, ഇതിനെന്ത് വില വരും? ഇനി അതേപോലെ തന്നെ നമുക്ക് ചോദിക്കാം, യേ കിത്നെ കാ ഹേ, ഇത് എത്രേണ്ടതാണ്, ഇതിനെന്ത് വിലയാണ് എന്ന് ചോദിക്കാൻ യേ കിത്നെ കാ ഹേ എന്ന് ചോദിക്കാം, സിമ്പിൾ ആയിട്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. മിൽത്തെ ഹേ അഗ്ലേ വീഡിയോ മേ, തബ് തക് കെ ലിയേ ബൈ ബൈ.